നമസ്കാരം. ഞാൻ OK രവിശങ്കർ. കുറച്ചാൾക്കൊക്കെ അറിയായിരിക്കും, അധികം ചെയ്തത് ദൂരദർശൻ സീരിയലുകളിലായിരുന്നു. ഞാൻ എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലെ അറത്തിൽ ഗ്രാമത്താണ്. അവിടെ നിന്ന് സംഗീതം പഠിക്കാനുള്ള ആഗ്രഹമായിട്ടാണ് ശരിക്ക് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അങ്ങനെ ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ ഡിപ്ലോമ സംഗീതത്തിൽ കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ ശാന്തിയും അതിൻ്റെ കൂടെ ആകാശവാണിയിലെ പ്രോഗ്രാമുകൾ പ്രൊഡ്യൂസ് ചെയ്തൊക്കെ ഇരിക്കുന്ന സമയത്താണ് ശരിക്കും സീരിയൽ രംഗത്തേക്ക് വരുന്നത്. അതിന് കാരണക്കാരനായത് ശരിക്കും നമ്മുടെ പ്രശസ്തനായ സംഗീത സംവിധായകനും നാടക സംവിധായകനുമൊക്കെയായ ശ്രീ ആലപ്പി രംഗനാഥാണ്. അദ്ദേഹം എന്നെ പരിചയപ്പെടുന്നതും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആകാശവാണിയിൽ വെച്ച് തന്നെയാണ്. ആകാശവാണിയിൽ അദ്ദേഹം എന്നെ കാണുകയും അന്ന് അദ്ദേഹം സംവിധാനം ചെയ്യാനിരിക്കുന്ന ശ്രീ ത്യാഗരാജസ്വാമികൾ എന്ന പരമ്പരയിലേക്ക് ശ്രീ ത്യാഗരാജസ്വാമികളായിട്ട് അഭിനയിക്കാനാണ് എന്നെ ശരിക്കും വിളിക്കുന്നത്. ശരിക്കും അന്നൊരു ടെൻഷനായിരുന്നു. ആദ്യമായിട്ട് ഒരിക്കലും അഭിനേതാവ് ആവണം എന്നാഗ്രഹിച്ച് നിൽക്കാതിരുന്ന ഒരു സമയത്ത്, എനിക്ക് ഗായകനായി അറിയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ശരിക്കും ഞാൻ പാടി നടന്നിരുന്ന കീർത്തനങ്ങളുടെ രചയിതാവായ ശ്രീ ത്യാഗരാജസ്വാമികളായിട്ട് അഭിനയിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. അത് എന്തുകൊണ്ടോ എൻ്റെ ഭാഗ്യമായിരുന്നു. അത് വളരെ നല്ല രീതിയിൽ പോവുകയും ചെയ്തു ആ സീരിയൽ. അങ്ങനെയാണ് ഞാൻ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഏറെ ജനപ്രിയമായിരുന്ന ശ്രീ ത്യാഗരാജസ്വാമികൾക്ക് ശേഷം ഞാൻ അഭിനയിച്ചത് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന പരമ്പരയിലാണ്. അതിലെ ഉണ്ണി നമ്പൂതിരി എന്ന കഥാപാത്രത്തെയാണ് ഞാൻ പിന്നീട് അവതരിപ്പിച്ചത്. അതിനായിരുന്നു ആ വർഷത്തെ മികച്ച സീരിയലിനുള്ള സംസ്ഥാന TV അവാർഡ്. അതിൽ ശ്രീജിത്ത് പലേരിയായിരുന്നു അതിൻ്റെ സംവിധായകൻ. പിന്നീട് ഞാൻ അഭിനയിക്കുന്നത് കൃഷ്ണകൃപാസാഗരം എന്ന പരമ്പരയിലാണ്. കൃഷ്ണകൃപാസാഗരം എന്ന പരമ്പരയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വളർത്തച്ഛനായ നന്ദഗോപരെയാണ് ഞാൻ അഭിനയിച്ചത്. പിന്നീട് അങ്ങനെയുള്ള ഒരുപാട് സീരിയലുകൾ, കൂടാതെ ദൂരദർശനിൽ തന്നെ യാത്ര എന്ന പരമ്പരയിലെ നായകനായിട്ട് അഭിനയിച്ചു, ഇഷ്ടം എന്ന പരമ്പരയിലെ നായകനായിട്ട് അഭിനയിച്ചു. അങ്ങനെ കുറച്ച് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ പറ്റി. അതിന് നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണവും ഉണ്ടായിരുന്നു, പ്രോത്സാഹനവും ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ചെയ്തത് പൊൻകുന്നം വർക്കിയുടെ ഭർത്താവ് എന്ന സിനിമയാണ്. അതിനകത്ത് പൊൻകുന്നം വർക്കിയുടെ നോവലിലെ ഭർത്താവായ സുകുമാരനായിട്ട് അഭിനയിച്ചു. അതും ഒരു അഭിനേതാവ് എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു റോളായിരുന്നു. അതും അധികം മോശമല്ലാത്ത രീതിയിൽ സിനിമയും നടന്നു. അതിലും വളരെയേറെ സന്തോഷം. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് എൻ്റെ അഗ്നിസാക്ഷിയുടെ സംവിധായകനായ ശ്രീജിത്ത് പലേരിയുടെ സ്വപ്നക്കൂട് എന്ന് പറയുന്ന സീരിയലാണ്. അതുപോലെ കൈരളിയിൽ തന്നെ കനൽപ്പൂവ് എന്ന സീരിയലിൽ ഒരു സംഗീതജ്ഞനായിട്ട് അഭിനയിക്കുന്നു. അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമാണ്. കാരണം സംഗീതം പഠിച്ച എനിക്ക് സംഗീതജ്ഞനായി തന്നെ അഭിനയിക്കാനാണ് ആദ്യമായിട്ട് അവസരം കിട്ടിയത് ത്യാഗരാജസ്വാമികളിൽ. അതുപോലെ തന്നെ കനൽപ്പൂവിൽ മറ്റൊരു സംഗീത സംവിധായകൻ അല്ലെങ്കിൽ സംഗീതജ്ഞനായി അഭിനയിക്കാൻ പറ്റുന്നു. ഇതും നിങ്ങൾ ആസ്വദിക്കുക, അനുഗ്രഹിക്കുക. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അഭിനയ രംഗത്ത് അങ്ങനെ കൂടുതലുണ്ടായിരുന്നില്ലെങ്കിലും പാട്ടിൻ്റെ രംഗത്ത് വളരെയേറെ പരിപാടികൾ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ സ്കൂൾ യുവജനോത്സവങ്ങളിൽ, സാഹിത്യ സമാജങ്ങളിൽ, സംസ്ഥാന യുവജനോത്സവങ്ങളിൽ, ഇത്രയൊക്കെ കുറേ മത്സരങ്ങളിൽ, ലളിതഗാനത്തിലായാലും അതുപോലെ പദ്യപാരായണം, കുറേയധികം മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു, സമ്മാനവും നേടിയിട്ടുണ്ട്. പക്ഷേ അന്ന് അഭിനയ രംഗത്ത് അങ്ങനെ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം സ്കൂളുകളിലുള്ള സാഹിത്യ സമാജങ്ങളിൽ നാടകം അവതരിപ്പിക്കുക, ചെറുതായിട്ട്, അങ്ങനെ വളരെ വലിയ റോളുകളൊന്നല്ലാതെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ അതിൽ നിന്നൊക്കെ തീർത്തും മാറി സംഗീത രംഗത്തോട്ട് വന്നപ്പോൾ അത്യാവശ്യം കേസറ്റുകളൊക്കെ ആക്കി നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ശരിക്ക് അഭിനയത്തിനുള്ള അവസരം ലഭിക്കുന്നത്.
ഇതുവരെ ചെയ്ത പരമ്പരകളിൽ അല്ലെങ്കിൽ കഥാപാത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഞാനങ്ങനെ കൂടുതൽ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടില്ലെങ്കിലും ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു വ്യത്യസ്തതയുള്ളവയായിരുന്നു. കാരണം ആദ്യ പരമ്പര ശ്രീ ത്യാഗരാജസ്വാമികൾ, സംഗീതം പഠിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ത്യാഗരാജസ്വാമികൾ തന്നെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം. അങ്ങനെ നോക്കിയാൽ എനിക്ക് ത്യാഗരാജസ്വാമികളാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ അതിൽ നിന്ന് മാറി ചിന്തിച്ചാൽ ഞാൻ അമ്പലത്തിലെ ശാന്തിക്കാരനൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു കാലത്ത് അങ്ങനെയുള്ള അതേ കഥാപാത്രം അഗ്നിസാക്ഷിയിൽ ഉണ്ണി നമ്പൂതിരിയായിട്ട് അഭിനയിച്ചു. അപ്പോൾ അഗ്നിസാക്ഷിയിൽ ഉണ്ണി നമ്പൂതിരിയായിട്ട് അഭിനയിച്ചപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രം ഉണ്ണി നമ്പൂതിരിയാണെന്ന്. ആ അർത്ഥത്തിൽ എനിക്ക് ഉണ്ണി നമ്പൂതിരിയും ഏറ്റവും മികച്ച അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട കഥാപാത്രമാണ്. പിന്നീട് ഞാൻ മാറിയത് നമ്മളെന്നും ഭക്തിയോടെ സ്മരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ വളർത്തച്ഛനായ നന്ദഗോപരായിട്ടാണ് അഭിനയിക്കുന്നത്. എങ്ങനെ ഞാൻ നന്ദഗോപരെ മറക്കും, അല്ലെങ്കിൽ നന്ദഗോപരെ എങ്ങനെ എൻ്റെ ഇഷ്ട കഥാപാത്രമല്ലെന്ന് പറയാൻ കഴിയും? അതുകൊണ്ട് നന്ദഗോപുരം എനിക്കിഷ്ടപ്പെട്ട കഥാപാത്രം തന്നെയാണ്. പിന്നെ ഞാൻ ചെയ്ത് 400-450 എപ്പിസോഡോളം പോയ യാത്ര എന്ന പരമ്പരയിലെ മോഹനൻ നായരാണ്. 1ാമത്തെ എപ്പിസോഡ് മുതൽ 450ാമത്തെ എപ്പിസോഡ് വരെ പോയ ഒരു കഥാപാത്രമാണ് മോഹനൻ നായർ. വല്യേച്ചിയുടെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ എല്ലാവരുടെയും വാക്കുകൾ മാത്രം പാലിച്ചുകൊണ്ട് നടക്കുന്ന, വളരെ ഭയഭക്തി ബഹുമാനങ്ങളോടെ വലിയവരെ നോക്കിക്കാണുന്ന, സ്വന്തം ഭാര്യയെപ്പോലും വല്യേച്ചി പറയുന്നത് പോലെ സ്നേഹിക്കുന്ന ഒരു കഥാപാത്രം മോഹനൻ നായർ. അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ മികച്ചവ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ത്യാഗരാജസ്വാമികൾ, ഉണ്ണി നമ്പൂതിരി, നന്ദഗോപർ, മോഹനൻ നായർ, ഇങ്ങനെയൊക്കെ എനിക്ക് പറയേണ്ടി വരും. അതിനും പുറമെ ഭർത്താവിലെ സുകുമാരനെയും പറയേണ്ടി വരും.